ഇതിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ നേരത്തെ മുഖ്യമന്ത്രി പാർട്ടി സ്ഥിരമായി വിശദീകരിച്ചിട്ട് ഭൂരിപക്ഷം വർഗീയത ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോഴൊക്കെ ഭൂരിപക്ഷം വർഗീയത എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയത എന്നുള്ള വാക്കുകൂടി ചേർത്ത് വെച്ചാണ് പറഞ്ഞിട്ട്. നേരത്തെയുള്ള നിലപാട് മറ്റു പറഞ്ഞ പോലെ ആർസിന്റെ നടത്താൻ തന്നെയാണ് അതൊക്കെയുള്ള മാറ്റങ്ങൾ. അങ്ങനെയല്ല, അത് തെറ്റാണ്. പലപ്പോഴും മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ വർഗീയത എന്നുള്ളതൊരു പുതിയ വാക്കായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായവ്യത്യാസമുണ്ട്. കാരണം ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹം അതിനോടൊപ്പം തന്നെ ചേർത്ത് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വസ്തുതാപരമായിട്ട് നമ്മൾ പറയണമല്ലോ. ഇന്നലെ നിലമ്പൂരിലെ CPM നേതൃത്വം പറഞ്ഞത് താങ്കൾ MLA ആയ 5 വർഷം വലിയ കുഴപ്പമായിരുന്നു, അവർക്ക് വലിയ തലവേദനയായിരുന്നു, എല്ലാത്തിനും ഉത്തരവാദി താങ്കളുടെ PA ആയിരുന്നു, ആ പേര് അദ്ദേഹത്തെ പേരും പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ മാറ്റണമെന്ന് പാർട്ടി അധ്യാസം നൽകി അങ്ങനെ മാറ്റി. എല്ലാ തരത്തിലും കെടുകാര്യസ്ഥയായിരുന്നു, ഒരു കാര്യപ്രാപ്തി ഉണ്ടായിരുന്നില്ല. MLAക്കും കാര്യപ്രാപ്തിയില്ല, നടത്തേണ്ട സഹായിക്കേണ്ട PAക്കും കാര്യപ്രാപ്തിയില്ല. അതൊരു പുതിയ PAനെ വെച്ചാണ് അങ്ങനെ കാര്യപ്രാപ്തി ഇല്ലായ്മ പാർട്ടി അത് ചോദ്യം ചെയ്തു. ആദ്യം തന്നെ PAനെയും പാർട്ടി നിന്നാണ് ഈ പറയുന്ന സക്കരിയ. അവൻ്റെ പേഴ്സണൽ അധ്യാപകനായിരിക്കും, വൈഫിന് ജോലിയുണ്ട്, ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവനെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി വരുന്ന ജോലിയിലേക്ക് അധ്യാപകനാണ്. സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് പോകാനും വരാനും ഒക്കെ പ്രയാസങ്ങളാണ്. അങ്ങനെയാണ് സക്കരിയ മാറുന്നത്. പിന്നെ പാർലമെന്ററി പാർട്ടി ഓഫീസിൽ ഞാൻ കത്ത് കൊടുത്തു. ഞാൻ PAമാരെ വെച്ചിട്ടില്ല. പാർലമെന്ററി പാർട്ടി ഓഫീസിൽ തന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിയനിലുള്ളവരെ മാത്രമാണ് വെച്ചിട്ടുള്ളത്. സക്കരിയും അതാണ്, ഇപ്പോൾ ഉള്ളവരും അത് തന്നെയാണ്. 1,00,000 ആളുകൾ പങ്കെടുക്കുന്നു പറയുമ്പോൾ മനുഷ്യരെ ഒരു പഞ്ചായത്ത് 1100 ചില്ലാൻ പഞ്ചായത്തുണ്ട് ഇവിടെ. ആ പഞ്ചായത്തിൽ നിന്ന് 1000 ആളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മഞ്ചേരി നമ്മുടെ ബൈപ്പാസിൽ അല്ല ഞാൻ പിന്തുണയുടെ വർധനവിൻ്റെ കോലിനനുസരിച്ച് ഞാൻ എൻ്റെ നിലപാട് മാറ്റാനുള്ളതല്ല. ഒരാളില്ലെങ്കിൽ ഒറ്റക്കിരുന്ന് ഞാൻ പറയും. ഈ മനുഷ്യരെ മുഴുവൻ നേരിടാൻ ഒരാളല്ലേ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ ഒറ്റക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും, നാളെയും ഞാൻ ഒറ്റക്ക് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് നമ്മൾ ഒന്നിറങ്ങും. ആ ജനങ്ങൾ ഈ വിഷയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അതിനിവിടെ ഒരു പൊളിറ്റിക്കൽ ജനകീയ അടിത്തറ ഉണ്ടാവും. ആ പൊളിറ്റിക്കൽ ജനകീയ അടിത്തറയുമായി ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ആദ്യം ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ മലയോര കർഷകരുടെ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റാണ്, വന്യമൃഗശല്യം. ഈ 60 നിയോജക മണ്ഡലത്തിലും വാഹനജാഥ നടത്തി ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന് ശക്തമായ സമരത്തിന്, ഇത് കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ ചവിട്ടി ആന അരക്കുമ്പോഴും ഒരു കാരുണ്യമില്ലാതെ പുലിയും കടുവയും വന്ന് മനുഷ്യനെ ആക്രമിച്ച് കൊല്ലുമ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക കോമ്പൻസേഷൻ കൊടുത്ത് തടിയൂരുന്ന ഈ സംവിധാനത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇന്ന് വരെ എടുത്തിട്ടില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ ചെറിയ പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു, ഇനിയൊരു പരിമിതിയില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ വന്യമൃഗങ്ങൾ മനുഷ്യരുടെയൊക്കെ ഇറങ്ങുന്നതിന് കൃത്യമായൊരു പ്ലാനിങ് ഈ പറയുന്ന അന്തർദേശീയ ഏജൻസികളുടെ സഹായത്തോടു കൂടി നടക്കുന്നുണ്ട്. ഒക്കെ തുറന്നു പറയാൻ പോയാൽ ഞാൻ നിങ്ങളൊന്നും വിചാരിക്കുന്നിടത്തല്ല ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. എന്തുകൊണ്ട് മൃഗങ്ങൾ ഇങ്ങോട്ട് വരുന്നു? മൃഗങ്ങളെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇങ്ങോട്ട് വരുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ. കാസർഗോഡ് ഇത് നമ്മളെ പശ്ചിമഘട്ടം, കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് ഇങ്ങനെ ആരംഭിച്ച് നമ്മൾ വയനാട്ടിലൂടെ കയറി ഇങ്ങനെ നമ്മളെ നിലമ്പൂർ വഴി കരുവാരക്കുണ്ട്, മേലാറ്റൂർ, പാലക്കാട്, മണ്ണാർക്കാട്, പാലക്കാട്, അങ്ങനെ തൃശ്ശൂർ ഫുൾ ഫോറസ്റ്റ് ബൗണ്ടറി പങ്കിടുന്ന ഏരിയസ്. പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ TP ചന്ദ്രശേഖരൻ പോയപ്പോഴായാലും മഞ്ഞളാംകുഴി പാർട്ടി വിട്ടപ്പോഴായാലും ഒക്കെ പിണറായി വിജയൻ ഒരു ശൈലിയുണ്ട്, എല്ലാവരും പ്രതീക്ഷിക്കുന്ന ശൈലി. വളരെ ഷാർപ്പായി അദ്ദേഹത്തെ വിമർശിക്കുന്ന, പൊതുയോഗങ്ങളിൽ വിമർശിക്കുന്ന ഒരു ശൈലിയുണ്ട്. PV അൻവറിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ നേരിട്ട് പറയാതെ ഇപ്പോൾ PR ഏജൻസി വഴിയൊക്കെ ഹിന്ദുവിനെ ശ്രമിക്കുന്നത്, അത് അദ്ദേഹത്തിന് വന്നൊരു മാറ്റമാണോ, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കുറച്ചും കൂടി ഈ താങ്കൾ പറഞ്ഞ പോലെ വലിയൊരു ഗൂഢാലോചന ഭാഗമാണ്? പൊതുയോഗത്തിൽ നേരിട്ട് ആളുകൾ പറയാതെ ഇരുട്ടിലും വിലപേശലും വേണ്ടെന്നുൾപ്പെടെ അലിക്കെതിരെയും TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പാർട്ടി വിട്ടു പോകുന്നവരെയൊക്കെ അദ്ദേഹം വളരെ ഷാർപ്പായിട്ട് വിമർശിക്കുന്നു. അങ്ങനത്തെ വിമർശനം ഇന്നലെ താങ്കൾക്കെതിരെ ഉണ്ടായില്ല. പക്ഷെ അതിന് പകരം PR ഏജൻസി വഴി, ഹിന്ദു വഴി അങ്ങനെ പോകുന്നു. അതോ താങ്കൾ ഭയപ്പെട്ടാണോ? അതാ എനിക്കറിയില്ല. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അലി പോയ കാര്യമായാലും പിന്നെ പാരാ പോയത് പറഞ്ഞ് TP
ഇവരൊക്കെ പോയ കാര്യങ്ങളും ഞാൻ ഉയർത്തുന്ന വിഷയങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരൊക്കെ പ്രാദേശികമായ വിഷയങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പോകുന്നത്. ഞാൻ പുറത്താക്കപ്പെടുന്ന ജനങ്ങളുടെ വിഷയം പറഞ്ഞപ്പോഴാണ്.